ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 3യിലെ എനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറയുന്ന സോങ് ആണ്. ഈ സോങ് എഴുതിയിട്ടുള്ളത് ഫിൽ കോളിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് റൈറ്ററാണ്. നമുക്ക് നേരെ നമ്മുടെ സോങ് നോക്കാം. ഓക്കെ, സോങ് സ്റ്റാർട്ട് ചെയ്യണം. ഷീ കോൾസ് ഔട്ട് ദ മാൻ ഓൺ ദി സ്ട്രീറ്റ്, സർ ക്യാൻ യു ഹെൽപ്പ് മീ. അപ്പോൾ എന്താ സോങ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ, ഒരു സ്ട്രീറ്റിലിരുന്നിട്ട് ഒരു ലേഡി, വളരെ പുവറായ അല്ലെങ്കിൽ വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന, വീട് പോലും ഇല്ലാത്ത ഒരു സ്ത്രീ ഇരുന്നിട്ട് ഉറക്കെ ഒരു മനുഷ്യനോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. എങ്ങനെയാണ് ചോദിച്ചതെന്ന് വെച്ചാൽ, സ്റ്റാർട്ട് ചെയ്യുന്നത് അവൾ ചോദിക്കുകയാണ്, സർ ക്യാൻ യു ഹെൽപ്പ് മീ, ഇറ്റ്സ് കോൾഡ് ആൻഡ് ഐ ഹാവ് നോ വേർ ടു സ്ലീപ്പ്. എന്താ പറഞ്ഞത്? അതായത് തണുപ്പാണ്, വളരെയധികം തണുപ്പുണ്ട്, എനിക്ക് ഉറങ്ങാനൊരു സ്ഥലമില്ല. ഈസ് ദർ സംവേർ യു ക്യാൻ ടെൽ മീ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയൂ, അല്ലേ? അപ്പം അത്രയും തണുപ്പത്തിരുന്നിട്ട് സ്ത്രീക്ക് ഉറങ്ങാൻ പോലും സ്ഥലമില്ല. ഒരു സ്ഥലം എവിടെയെങ്കിലും കാണിച്ചു കൊടുക്കുമോ എന്നുള്ള രീതിയിൽ അവൾ അയാളോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. അദ്ദേഹം അപ്പോൾ എന്താ ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? അദ്ദേഹം സ്ട്രീറ്റ് ക്രോസ് ചെയ്യണേ. എങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നത്? ഹി വാക്സ് ഓൺ ഡസൻ ലുക്ക് ബാക്ക്, അല്ലേ? അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുകയാണ്, തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. ഹി പ്രിട്ടൻസ് ഹി കാൺ ഹിയർ ഹർ. എന്താണ്? അദ്ദേഹം പ്രിട്ടൻഡ് ചെയ്യാണ്, നടിക്കുകയാണ്. എങ്ങനെ? ഹി കാൺ ഹിയർ ഹർ, അതായത് അവൾ പറയുന്നതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ അദ്ദേഹം നടന്നു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? സ്റ്റാർട്ട്സ് ടു വിസിൽ ആസ് ഹി ക്രോസസ് ദ സ്ട്രീറ്റ്, അല്ലേ? കേൾക്കാതെ വിസിലടിച്ചുകൊണ്ട് സ്ട്രീറ്റ് ക്രോസ് ചെയ്യാണ്. സീൻസ്, അതായത് അത് അപ്പോൾ പറയാണ്, അതെന്താണ് അദ്ദേഹത്തിന് ഷെയിംഫുള്ളായിട്ട്, അതായത് അവിടെ നിൽക്കുന്നതോ അവരെ ശ്രദ്ധിക്കുന്നതോ ഒക്കെ അദ്ദേഹത്തിന് ഷെയിംഫുള്ളായിട്ട് ഫീൽ ചെയ്യാണ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ സോങ്ങിൻ്റെ ഫസ്റ്റ് പോർഷൻ ഒന്നും കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ നന്നായി ഒന്ന് ശ്രദ്ധിക്കുക, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഷീ കോൾസ് ഔട്ട് ടു ദ മാൻ ഓൺ ദി സ്ട്രീറ്റ്, സർ ക്യാൻ യു ഹെൽപ്പ് മീ, ഇറ്റ്സ് കോൾഡ് ആൻഡ് ഐ ഹാവ് നോ വേർ ടു സ്ലീപ്പ്. ഈസ് ദർ സംവേർ യു ക്യാൻ ടെൽ മീ. ഹി വാക്സ് ഓൺ, ഡസൻ ലുക്ക് ബാക്ക്. ഹി പ്രിറ്റൻസ് ഹി കാൺ ഹിയർ ഹർ. സ്റ്റാർട്ട്സ് ടു വിസിൽ ആസ് ഹി ക്രോസസ് ദ സ്ട്രീറ്റ്. സീംസ് എംബാരസ്ഡ് ടു ബി ദർ. എന്നിട്ടുള്ള ലൈൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഇത് ഈ സോങ്ങിൽ റിപ്പീറ്റഡ്ലി വരുന്ന കുറച്ച് ലൈൻസാണ്. ഓ തിങ്ക് ട്വൈസ്, കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ഓ തിങ്ക് ട്വൈസ്, കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു, യു ആൻഡ് മീ ഇൻ പാരഡൈസ്. തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? നിങ്ങളോട് അതായത് ഒന്നുകൂടി ചിന്തിക്കാൻ പറയാണ്. ഇത് പാരഡൈസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ മറ്റൊരു ദിവസമാണ് നിങ്ങൾക്കും എനിക്കും. നിങ്ങൾ അതിനെപ്പറ്റി തിങ്ക് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഈ ഒരു പോർഷൻ ഈ ഒരു സോങ്ങിൽ റിപ്പീറ്റഡായിട്ട് വരുന്നുണ്ട്. ഇത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസസിൽ വരുന്നതാണ് കേട്ടോ. അതായത് റിഫ്രൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയറ്റിക് ഡിവൈസാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ, ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ഫ്രേസ് റിപ്പീറ്റഡായിട്ട് റെഗുലർ ഇൻ്റർവെൽസിൽ ഒരു പോയത്തിലോ ഒരു സോങ്ങിലോ യൂസ് ചെയ്യുമ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിഫ്രൈൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അതൊരു പോയറ്റിക് ഡിവൈസാണ്. അതേപോലെ ഇതിൽ കുറേ പോയറ്റിക് ഡിവൈസസ് ഉണ്ട്, നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം ഇവിടെ ശരിക്ക് ഇതൊരു പാരഡൈസ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പാരഡൈസിലെ വേറൊരു ദിവസമാണ് എനിക്കും നിങ്ങൾക്കും, നിങ്ങളതിനെപ്പറ്റി ചിന്തിക്കൂ എന്നാണ് പറയുന്നത്. അതായത് ഇത് റിയലി പാരഡൈസ് അല്ല എന്നുള്ള. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുന്നത്തെ ലെസൺസിൽ, അതായത് ഐറണി എന്ന് പറഞ്ഞൊരു സംഭവം, അല്ലേ? മാർക്ക് ആൻ്റണിയുടെ സ്പീച്ചിൻ്റെ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അല്ലേ? അപ്പോൾ ഇവിടെയും ഐറണി യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതൊരു പാരഡൈസ് അല്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോർഷൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. ഷീ കോൾസ് ഔട്ട് ദ മാൻ ഓൺ ദി സ്ട്രീറ്റ്. ഹി ക്യാൻ സീ ഷീസ് crying. She has got blisters on the soles of her feet. She can't walk
ബട്ട് ഷീസ് ട്രൈങ്. എന്താണ് അവിടെ പറയുന്നത്? അദ്ദേഹത്തിന് ഈ സ്ത്രീ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടല്ലേ, പക്ഷേ ഈ മനുഷ്യന് കാണാൻ പറ്റുന്നുണ്ട് എന്ത്, അവൾ കരയുന്നുണ്ട്. അതേപോലെ തന്നെ അവളുടെ കാലിൻ്റെ അടിയിൽ കുമിളകൾ, ബ്ലിസ്റ്റേഴ്സ് ഉണ്ട്. അവൾക്ക് നടക്കാൻ പറ്റുന്നില്ല, എന്നിട്ടും അവൾ നടക്കാൻ ശ്രമിക്കുന്നു അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഷീ കോൾസ് ഔട്ട് ദ മാൻ ഓൺ ദി സ്ട്രീറ്റിലിരുന്നിട്ട് അവൾ അദ്ദേഹത്തോട് ഉറക്കെ വിളിക്കുകയാണ്. ഹി ക്യാൻ സീ ഷീസ് ക്രൈം. അദ്ദേഹത്തിന് അറിയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നുണ്ട് അവൾ കരയുന്നത്. ഷീ ഹാസ് ഗോട്ട് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സോൾസ് ഓഫ് ഹർ ഫീറ്റ്. അവളുടെ ഫീറ്റിൽ ബ്ലിസ്റ്റേഴ്സ്, കുമിളകളുണ്ട്. അത് കാരണം അവൾക്ക് നടക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഷീസ് ട്രൈങ്. ഇത്രയാണ് സെക്കൻഡ് പോർഷനിൽ പറയുന്നത്. എന്നിട്ട് വീണ്ടും നമ്മുടെ പഴയ റിപ്പീറ്റഡ് ലൈൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ഓ തിങ്ക് ട്വൈസ് ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് അവിടെ വരുന്നുണ്ട്. വളരെ ഈസിയാണല്ലേ പഠിക്കാൻ, അധികമൊന്നുമില്ല. അപ്പം നന്നായിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. എന്നിട്ട് നോക്കൂ, പിന്നെ പറയുന്നത് എന്താ അവിടെ? ഓ ലോഡ്, ഈസ് ദർ നത്തിങ് മോർ എനിബഡി ക്യാൻ ഡു. ഓ ലോഡ്, ദർ മസ്റ്റ് ബി സംതിങ് യു ക്യാൻ സേ. അല്ലേ, ദൈവത്തോട് പറയാണ് എന്ത്? നത്തിങ് മോർ എനിബഡി ക്യാൻ ഡു. അതായത് എന്ത്, ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലേ? അതുപോലെ തന്നെ ദൈവത്തിനെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, ഇത് പറയാൻ കഴിയുമോ എന്നൊക്കെ ദൈവത്തോട് പറയാണ്. ഓ ലോഡ്, ഈസ് ദർ നത്തിങ് മോർ എനിബഡി ക്യാൻ ഡു. ഓ ലോഡ്, ദർ മസ്റ്റ് ബി സംതിങ് യു ക്യാൻ സേ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിയും. യു ക്യാൻ ടെൽ ഫ്രം ദ ലൈൻസ് ഓഫ് ഹർ ഫേസ്. യു ക്യാൻ സീ ദാറ്റ് ഷീ ഹാസ് ബീൻ ദർ. അല്ലേ, പ്രോബബ്ലി been moved on from every place cause she didn't fit in the. എന്താ പറയുന്നത്? അതായത് അവളെ എല്ലായിടത്തു നിന്നും ഒഴിവാക്കപ്പെട്ട, നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലേ. അവളുടെ ഫേസിലുള്ള ലൈൻസ് കണ്ടാലറിയാം ഒരുപാട് സ്ട്രഗിളും ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഏജ്ഡ് ആയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അവൾ മൂഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ സ്ഥലങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട് അവൾ എങ്ങനെയാണ് ഒരുപാട് ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണെന്ന് നമുക്കതിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവും അല്ലേ. പിന്നീടും പഴയ ലൈൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ഓ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ഓ തിങ്ക് ട്വൈസ് ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ പോയം അല്ലെങ്കിൽ ഈ ഒരു സോങ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അതായത് വളരെ സിമ്പിളാണ്, വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സോങ്ങാണ്. അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ വായിക്കുക. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്കിതിൻ്റെ ബാക്കി, അതായത് ടെക്സ്റ്റ് ബുക്കിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.